ഈ 4 തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? നിങ്ങൾ ചികിത്സിക്കേണ്ടത് ശാരീരിക പ്രശ്നങ്ങൾക്കല്ല, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തതുമായിരിക്കുന്നത് ഉറക്കമില്ലായ്മയാണ്. ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമലി നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള റെസ്റ്റിംഗ് പീരീഡ് നമ്മുടെ ഉറക്കത്തിൽ കിട്ടുന്നതാണ്. ആ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക് ആദ്യം തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട്, നമ്മുടെ വയറാണ്. വയറിനെ ഓവർ തിങ്കിങ് ബാധിക്കുന്ന സമയത്ത് വയറിൽ നിരന്തരമായിരിക്കുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലെയുള്ള നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വയറിന്റെ പ്രയാസങ്ങളിലായിരിക്കും അത് ചെന്ന് അവസാനിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ മൂന്നാമത്, ക്രോണിക് ആയിരിക്കുന്ന മൈഗ്രെയിൻ, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലും നമ്മൾ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് ഈ മൈഗ്രെയിനിലേക്ക് ആ വ്യക്തിനെ എത്തിക്കുന്ന ചിന്തകളാണ്. ഓവർ തിങ്കിങ്ങിന്റെ കാരണമായിരിക്കുന്ന സാധനങ്ങൾ എന്താണോ അതാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരിക. ആയിട്ടുള്ളത് വിട്ടുമാറാത്ത ഇൻഫെക്ഷൻസ്, അതുപോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന രോഗങ്ങളിലൊക്കെ പലപ്പോഴും ഈ രോഗം ചികിത്സിച്ചത് എത്രയായിട്ടും ഭേദമാകുന്നില്ലെങ്കിൽ അതിന്റെ പിറകിൽ ഒരു പക്ഷേ അതിലേക്ക് എത്തിക്കുന്ന ഓവർ തിങ്ക് ചെയ്യുന്ന ചില ഘടകങ്ങൾ ഉണ്ടായേക്കാം. അതായിരിക്കും നമുക്ക് ചികിത്സിച്ച് മാറ്റേണ്ടി വരിക.